നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നഗരസഭാ ചെയർമാൻ മിതേഷ്, ശ്യാം ബാബു കോനോത്ത്, ജനം ടി വിയുടെ ന്യൂസ് എഡിറ്റർ, ശ്രീ കെ നടരാജൻ, ശ്രീ ഗിരീഷ് സി, കുട്ടികളുമായി സംവാദത്തിന് വന്നിരിക്കുന്ന, സംവാദമെന്നോ സംസാരമെന്നോ നമുക്ക് പറയാം, അവിടെ ഒരു പോസിറ്റീവ് നോട്ടിൽ നിൽക്കുന്നതാണല്ലോ. ആശംസ അറിയിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കെ വി നിഷ, മെബിൻ ഫിലിപ്പ്, അരുൺ ആലത്തൂർ, സീനിയർ റിപ്പോർട്ടർ ജനം, എല്ലാവർക്കും ഒപ്പം സദസ്സിലുള്ള അധ്യാപകർ, കുട്ടികൾ, ഈ സ്കൂളിൻ്റെ മറ്റ് പ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. വലിയ സന്തോഷത്തോടുകൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. വിദ്യാലയങ്ങൾ തോറും നടത്തി വരുന്ന, ഇപ്പോൾ ഗവൺമെൻറ്റും വലിയ ഉദ്ദേശശുദ്ധിയോടുകൂടി മുന്നിലേക്ക് വച്ചിരിക്കുന്നൊരു വലിയ പദ്ധതി, അതിൻ്റെയും കൂടെ ഭാഗമായിട്ട് വരുന്ന ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്കായി എന്ന് പേരിട്ടിരിക്കുന്ന കർണഗേമൻ NHSS മൂത്താന്തറയിൽ ലഹരിയെക്കുറിച്ച്, അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം തടുക്കുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം വളരെ നല്ല കുട്ടികളാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, നല്ല അറിവുള്ള കുട്ടികളാണ്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. എങ്കിലും എന്തിനാണ് ഇങ്ങനെയുള്ള പരിപാടികൾ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചില സന്ദർഭങ്ങളിൽ ഇപ്പം നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാൾക്ക് നമ്മളെ ഇടിച്ചു വീഴ്ത്താൻ പറ്റും എന്ന് പറയുന്ന പോലെ തന്നെ ചിലപ്പം മറ്റു ചില ആളുകൾ വാക്കുകൊണ്ടും വർത്തമാനം കൊണ്ടുമെല്ലാം നമ്മളെ പലതരത്തിൽ സ്വാധീനിക്കും. നമ്മൾ ചിലപ്പോൾ ആ സ്വാധീനങ്ങളിലൊക്കെ പെട്ടുപോകും. അങ്ങനെയുള്ള സ്വാധീനങ്ങളിലൊന്നും പെടാതെ ജീവിതമാണ് ലഹരി. പൊതുവെ ഇപ്പം നമ്മൾ ലഹരി വിരുദ്ധ ദിനം എന്ന വാക്ക്, ലഹരി എന്ന വാക്ക് ഡയറക്റ്റ് മയക്കുമരുന്നുമായി കണക്ഷനായിപ്പോയി. ആത്യന്തികമായി മലയാള നിഘണ്ടുവിലുള്ള അർത്ഥപ്രകാരം ലഹരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റായ വാക്കല്ല. നിങ്ങൾക്ക് പഠനത്തോട് ലഹരിയാവാം, സംഗീതത്തോട് ലഹരിയാകാം, സ്പോർട്സിനോട് ലഹരിയാകാം. ഇപ്പം വേൾഡ് കപ്പ് നടന്നപ്പോൾ എന്തായിരുന്നു ചില പത്രങ്ങളിൽ, നാടെങ്ങും ഫുട്ബോൾ ലഹരിയിൽ എന്ന് പറഞ്ഞാൽ അതൊരു ആസ്വാദനത്തിൻ്റെ, എൻ്റർടൈൻമെൻറ്റിൻ്റെയൊക്കെ ഭാഗമാണ്. പക്ഷേ ഇന്ന് ഒറ്റയടിക്ക് ലഹരി എന്ന് കേട്ടാൽ നമുക്ക് ഡയറക്റ്റ് മയക്കമരുന്ന് ഓർമ്മ വരുന്ന രീതിയിൽ അത് ജനകീയമായി സാധാരണക്കാരിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ മറികടന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തിയാൽ അപ്പോൾ പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഞാനിതിലില്ല, ഞാനിത് ചെയ്യില്ല, ഞാനിതിൻ്റെ പുറകെ പോകില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. നമ്മുടെ മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്നത് ബുദ്ധിയാണ്. വലിയൊരു ബുദ്ധി നമുക്കുണ്ട്. വിവേകം, അറിവ്, വിവരം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലാണ് നമ്മൾ മുന്നിലേക്ക് നിൽക്കുന്നത്, മറ്റ് ജീവജാലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ആ ബുദ്ധി ക്ഷയിക്കുക, ആ ബുദ്ധി നേരെയല്ലാതാകുക, ആ ബുദ്ധിയെ മറ്റൊരാൾ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളല്ലാതായി തീരുന്ന അവസ്ഥകളിലോട്ടെത്തും. അപ്പോൾ അതിന് പല പല ചതിക്കുഴികളും പല പല ഇടങ്ങളിലും ആളുകളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടാകും. അവരിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുടെ കൂട്ടുകാരെ രക്ഷിക്കാനും കൂടെയുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സാറ് വിശദമായിട്ട് സംസാരിക്കും. ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് ആ വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. രണ്ടായാലും പേടി തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ വ്യാപനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ സാധാരണമായി തുടങ്ങി. കുട്ടികളാണെങ്കിലും ഒക്കെ ഈ നമുക്കിപ്പോഴുള്ളൊരു വലിയ ഡാറ്റ ഫ്ലഡ് എന്ന് പറയും, ഡാറ്റ, അതിൻ്റെ ഒരു വലിയ പ്രശ്നം, നമ്മളുടെ എല്ലാം ഒരു വിചാരം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് സത്യമാണ് എന്നുള്ളതാണ്. ഇൻഫർമേഷൻ സത്യമാണ് എന്ന് വിചാരിക്കുകയും ഇൻഫർമേഷനുകളെല്ലാം അറിവുകളാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുപാട് പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ചെവിയൊക്കെ തുറന്നു വെച്ചേക്കുവാണല്ലോ, പൊത്തിപ്പിടിച്ചാലല്ലേ അടയ്ക്കാൻ പറ്റുള്ളൂ, കേൾക്കാതാവുള്ളൂ. നമ്മൾ കേൾക്കുന്നു, കാണുന്നു, പലതരത്തിൽപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ തെറ്റായ ഇൻഫർമേഷനുകളിൽ നിന്നും തെറ്റായ വഴിതിരിക്കലിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് എത്താം. ഒരു ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട്, നമ്മളിപ്പോൾ ഇതൊക്കെ നടത്തുമ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കും, അയ്യോ ലോകം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അങ്ങനെയില്ല. ഒരു പഠനം ഈയിടയ്ക്ക് നടന്നു. അത് പാരീസിലും US-ലും മറ്റു വലിയ വികസിത രാജ്യങ്ങളിലും മൂന്നാം ലോക രാഷ്ട്രങ്ങളിലും ഒക്കെ ഉള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചു, ലോകം നന്നായിക്കൊണ്ടിരിക്കുകയാണോ ചീത്തയായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ആണോ? നന്നായിക്കൊണ്ടിരിക്കുകയാണോ ചീത്തയായിക്കൊണ്ടിരിക്കുകയാണോ? എന്താ മോനെ, നിനക്കെന്താ തോന്നുന്നത്? ചിരിച്ചുകൊണ്ടിരിക്കുന്ന
ചീത്തയായിക്കൊണ്ടിരിക്കുക എന്നല്ലേ തോന്നുന്നത്? ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞത്, ലോകം ചീത്തയായിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ അല്ല, ലോകം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞത്. ലോകം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ പോലും ഇപ്പോൾ അത്രയും കാറില്ല, ഇപ്പോൾ അത്ര ആശുപത്രി ഇല്ല, ഇത്ര മരുന്നുകളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, 3 നേരം ഭക്ഷണം വയ്ക്കുന്ന വീടുകൾ ഇത്രയില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ സമയത്തൊക്കെ ലോകമഹായുദ്ധങ്ങൾ നടക്കുകയാണ്, പട്ടിണിയാണ്, അസുഖമാണ്, നല്ല ഒരു പനി വന്നാൽ ഒരു ഡോളർ കിട്ടാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് എല്ലാ സൗകര്യങ്ങളിലേക്കും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ നന്നായിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ ഏറ്റവും പുതിയ ടെക്നോളജി, ഫോണും സൗകര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്നു. എന്തിനാ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഐസ്ക്രീം കഴിച്ചിട്ട് മരിച്ചൊരു രാജാവ് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. 21-ലാണ് കേരളത്തിൽ കറണ്ട് വന്നത്. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജ് വന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഐസ്ക്രീം വന്നത്. നിങ്ങളൊക്കെ ഇപ്പോൾ ഐസ്ക്രീമെങ്കിലും കഴിച്ചിട്ടുണ്ടല്ലോ, കേക്ക് കഴിച്ചിട്ടുണ്ടല്ലോ. നല്ലൊരു കാറിൽ കയറി യാത്ര ചെയ്ത രാജാവില്ല, കുതിരപ്പുറത്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ കാലത്തെക്കുറിച്ചാണ് നമ്മൾ നല്ല കാലം എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ മോശം കാലമായി നമുക്ക് തോന്നുന്നത്? 90 നല്ല കാര്യങ്ങളും 10 മോശം കാര്യങ്ങളും ഈ ലോകത്ത് നാട്ടിൽ നടന്നാൽ ഈ 10 മോശം കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ 1000 കാര്യം നടക്കുമ്പം 100 മോശം കാര്യങ്ങൾ നമ്മൾ അറിയും, 900 നല്ല കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെയുള്ള പരിപാടികൾ വയ്ക്കുന്നത് നല്ല കാര്യങ്ങളെ കാണാൻ, നല്ല കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ, നല്ലതാണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകാനൊക്കെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്നതൊരു നല്ല ലോകത്താണ്, പ്രൊവൈഡഡ് നല്ല ആളുകളുമായി കൂടി നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല കാര്യങ്ങൾ കണ്ട് നല്ലതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകം നല്ലതായിട്ട് തോന്നും. അല്ലാത്തൊരു വലിയ വിഭാഗം, ഞാൻ പറഞ്ഞ 10%മായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിൽ നമ്മൾ ലോക്കാവരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്ത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഈ സ്കൂളിലേക്ക് വിട്ടിരിക്കുന്നത്, അവരുടെ ആ നല്ല സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം മനുഷ്യനിങ്ങനെ പലായനം ചെയ്തു തുടങ്ങിയതും യാത്രകൾ ചെയ്തുമൊക്കെയാണ് മനുഷ്യൻ്റെ സംസ്കാരങ്ങൾ പല കാലങ്ങളിൽ തിട്ടപ്പെടുത്തുന്നത്. ഞാൻ ഇവിടെയൊക്കെ വരുമ്പോൾ വലിയ ചരിത്രത്തിൻ്റെ വലിയ കഥകൾ, പലായനത്തിൻ്റെ, നാട് മാറുന്നതിൻ്റെ, വരവിൻ്റെയൊക്കെ വലിയ വലിയ കഥകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണിത്. എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി വാക്കുകളാൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.